ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. ഞാൻ ഫുൾ റെഡിയായി. ഇനിയൊരു ഓവർകോട്ട് ഇടണം, എന്നിട്ട് നമ്മൾ നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്നലെ ഫുള്ള് ലണ്ടനെല്ലാം കവർ ചെയ്തു. ബോറോ മാർക്കറ്റ് മാത്രം മിസ് ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഫുള്ള് ഗ്രീൻവിച്ച് കറങ്ങാൻ വിചാരിച്ചു. കാരണം 2 മണിക്കാണ് റൂം ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇവിടെ വന്ന് ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇത് ഞാൻ ഷീനിന്ന് മേടിച്ച ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സോ ക്യൂട്ട് ടോപ്പ്. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ക്ലൈമറ്റ് നോക്കട്ടെ. ഭയങ്കര തണുപ്പാണെങ്കിൽ ഞാനൊരു ജാക്കറ്റും കൂടെ കൈപിടിച്ചിട്ടുണ്ട്. ജാക്കറ്റ് അല്ല, ഒരു ജീനിൻ്റെ കോട്ട് പോലെ. അപ്പം അതും കൂടെ ഇടാം. അപ്പം അത്രയുള്ളൂ, നമുക്ക് പോവാം. റെയിനി ഡേ ആണ്. ആവാതിരുന്നാ മതിയായിരുന്നു. ഞാൻ സബ്വേന്നാണ് സാധാരണ, പക്ഷെ സബ്വേന്നാണ് 2 ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇവിടെ അടുത്ത് സബ്വേ ഇല്ല. അപ്പം മെക്ഡി പോവാ വിചാരിച്ചു. മെക്ഡിയിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മീല വലിയ കഥല്ല. പക്ഷേ ഇപ്പം വേറെ വഴിയില്ല. ഈ തപ്പി നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന മെക്ഡിയിലോട്ടാണ് പോകുന്നത്. മെക്ഡിന്നാണ് ഒരു കോഫി, ഒരു ബ്രെഡും പിന്നെ ഓട്സും. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഗ്രീൻവിച്ച് പാർക്കിലോട്ടാണ് പോണത്. ഈ വഴി നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കോസി ഫീൽ. എനിക്ക് തോന്നുന്നത് ഇത് ഗ്രീൻവിച്ച് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു വഴിയാണ്. ഭയങ്കര രസമുണ്ടല്ലേ? ഭയങ്കര ക്യൂട്ട് ലുക്ക്. പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. നമ്മളിത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ മെല്ലെ എവിടെ പോണു? നമ്മൾ ഗ്രീൻവിച്ച് പാർക്കിലോട്ട് പോന്നു. യെസ്, കം ലെറ്റ്സ് ഗോ. ഇന്ന് നല്ല റെയിനി ഡേ ആണ്, പക്ഷേ കുഴപ്പമില്ല, ഭയങ്കര വലിയ മഴയൊന്നുമില്ല. ഗൈസ്, നമ്മളപ്പോൾ ഗ്രീൻവിച്ച് പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് എന്തോ മറൈൻ റിലേറ്റഡ് മ്യൂസിയമാണ്. അപ്പോൾ നോക്കൊരു കുപ്പീൻ്റെ ഉള്ളിൽ ഒരു കപ്പൽ ഇറക്കി വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. വാട്ട് എ ക്രിയേറ്റിവിറ്റി. നോക്കൂ എന്ത് ഭംഗിയല്ലേ? ലണ്ടനിലോട്ട് വരുന്നവർ ഗ്രീൻവിച്ച് വരാൻ പറ്റുവാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. നല്ല കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാം. അത് മോർണിംഗ് വരണേ, ഒരു ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ. നമ്മളിപ്പോൾ അവിടെയാണ് നമ്മൾ ഇരുന്നിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി ഇത് കൂടെ വന്ന് വ്യൂ കണ്ടോ ഗൈസ്? എൻ്റെ പൊന്നൊക്കിട്ടില്ല. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അവിടെ ലണ്ടൻ ഈ സ്കൈ ഗാർഡൻ, പിന്നെ ഓച്ചോ അരേന, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നൈസ്. ദിസ് ഈസ് സോ വർത്ത് ഗൈസ്, സോ വർത്ത്. കുറച്ച് കയറ്റം കയറണം, പക്ഷെ എന്നാലും ഇറ്റ്സ് വർത്ത്. ഗൈസ്, നമ്മൾ അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു. കിടിലം ഗൈസ്, കിടിലം. നല്ല രസം, നല്ല ഫ്രഷ് ഫീല്. പക്ഷേ ഈ മല ഇനി തിരിച്ചിറങ്ങണ്ടേന്ന് ആലോചിക്കുമ്പോൾ അനുഭവിക്കുന്നു. കോട്ട എടുത്താൽ നന്നായി കുത്തി നടക്കാം. നല്ല രസമുണ്ടല്ലേ?
നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടില്ലായിരുന്നു ഒരു ബോട്ട് കുട്ടിസാർക്ക് മറ്റേ പായൽ കപ്പില്, അതിന്റെ ഫ്രണ്ടിലാണ്. ഇത് അതിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഒക്കെ വന്ന് കണ്ടിട്ട് പോയി വിചാരിച്ചു. ഉള്ളിൽ ഈവനിങ് ആഫ്റ്റർനൂൺ ടീ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഈവനിങ് വരെ നിൽക്കുന്നില്ല. ഞാനത് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, അതിന്റെ മേലെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെയ്യാൻ പറ്റും നോക്കട്ടെ. കണ്ടോ, ഇതിന്റെ മേലോട്ട് എൻട്രി ഉണ്ട്. ഇതാണ് കുട്ടിസാർക്ക്. പഴയ ഇത് ഒറിജിനലാണ്, മീൻസ് ഇവര് ഉണ്ടാക്കിയ സംഭവമൊന്നുമല്ല. ഒറിജിനൽ പായ്ക്കപ്പൽ അവരിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. കൊള്ളാം അല്ലേ? അത് ബൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊരു ചെറുതാതുണ്ടോ ബൈറ്റ് ചെയ്യണം. ഇത് ബൈറ്റ് ആയിരിക്കും. നമ്മളിനി പോകാൻ പോകുന്നത് ഗ്രീൻവിച്ച് മാർക്കറ്റിലോട്ടാണ്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10:30 ഒക്കെ ആയി. 2 മണിക്ക് ചെക്കൗട്ട് ഉണ്ട്. നമ്മൾ ഗ്രീൻവിച്ച് മാർക്കറ്റ് പോകുന്നു, മാർക്കറ്റൊക്കെ കാണുന്നു, പിന്നെ നേരെ ഓഡിറ്റോറിയം പോകുന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. കഴിഞ്ഞു. പിന്നെ നേരെ റൂമിൽ പോകുന്നു, പെട്ടിയെടുക്കുന്നു, ചെക്കൗട്ട് ചെയ്യുന്നു, നേരെ ബസ്സിൽ പോകുന്നു. സാധാരണത്തല്ലേ. അപ്പം ഞാൻ നേരെ ഗ്രീൻവിച്ച് മാർക്കറ്റിലോട്ട് പോകാൻ പോകും. ഞാനിപ്പോൾ ഗ്രീൻവിച്ച് മാർക്കറ്റിലാണ്. എൻ്റെ ബാക്കി കണ്ടിട്ടുണ്ടാകും ഗ്രീൻവിച്ച് മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോലാസ് കപ്പ് കേക്ക് ആണ്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കപ്പ് കേക്ക് മേടിക്കാം. ഏതായാലും ഇതൊന്നും ഞാൻ രൂപ കാണിച്ചു തരാം. കേക്ക് കഴിക്കാൻ പോവാണ്. കപ്പ് കേക്ക് മേടിച്ചരില്ലേ? മേടിച്ചരാന്ന് പറഞ്ഞു. മിനി കപ്പ് കേക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാനും മേടിച്ചു ഡലാസ് കപ്പ് കേക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ലണ്ടനിൽ വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കിത് ഇത്ര ഭയങ്കര ഇതാവുന്ന അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആക്ച്വലി ഡയറ്റിലാണ്. അപ്പോൾ ഒന്ന് കൊള്ളാടാം. സൂപ്പർ. ഇതാണ് ഗ്രീൻവിച്ച് മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് പോവാണ്. ഇത് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. യെസ്. നമുക്ക് പെർഫ്യൂം ടെസ്റ്റ് ചെയ്താലോ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോക്ക്. ക്യൂട്ടായിട്ടുണ്ട്. ബേബീസിനുള്ളതാ, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ഇത് ബേബീസിനുള്ളതാ, പക്ഷെ കാണാൻ നല്ല രസം കൂടുതലാ. അയ്യോ ഇതൊക്കെ ഇത് മറ്റേ കുഞ്ഞു പിള്ളേർക്ക് ഇടില്ലേ? എന്തിനാ കാണാൻ. പക്ഷെ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് 10 പോണം. പിന്നെ ഉണ്ടാക്കിയപ്പോഴും അല്ലേ കോസെറ്റാണ് കഴിവന്നെ. ഇതൊക്കെ റെഡ് റോസ്.
എന്ത് ക്യൂട്ടാ. ഗായ്സ് നമ്മളൊരു ഇത് കഴിച്ചു, സ്പൈസി ചിക്കൻ നൂഡിൽസ് കഴിച്ചു. ഗൈസ് നമ്മളിപ്പോൾ O2 അറേലയിലാണ്. ഇത് ബേസിക്കലി ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഷോപ്സ് ആണ്. മീൻസ് ഈ ബ്രാൻഡഡ് ഷോപ്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഷോപ്സ്. അപ്പോൾ ഇവിടെ ഭയങ്കര സെയിലിന് നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് പോക്കറ്റൊക്കെ കയറിയിരിക്കുന്ന കാരണം നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ കണ്ട് 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 നടക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല പരിപാടി. നമ്മളിവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങണം, 1 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോകുന്നു, സാധനങ്ങൾ എടുക്കുന്നു, പെട്ടി പാക്ക് ചെയ്യുന്നു. ടാറ്റ ബൈ ബൈ. സീ എന്താ സാധനം? ഇത് കൊള്ളാം അല്ലേ, ഫീല് കിട്ടും. ബാഗേജ്. ഞാൻ ഇവിടെ വന്നിട്ട് മൈക്കിൾ കോഴ്സിന്റെ ഒരു ബാഗ് വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ പോക്കറ്റ് കയറിയിരിക്കണ കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോ വാങ്ങാന്ന് വിചാരിച്ചു. നമുക്ക് നടത്താം. ഈ 2 ഇന്ത്യൻസ്, ഈ ഏരിയയിൽ ഇന്ത്യൻസ് ഭയങ്കര കുറവാണ്. ഞങ്ങളിവിടെ വന്നിട്ട് തീരെ ഇന്ത്യൻസ് ഇല്ല. ഭയങ്കര മറ്റേ വേറെണ്ണാവുന്ന അത്രയൊക്കെ ഉള്ളു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. നമ്മള് പോവാണ്. ബൈ. ഓ ട്രിപ്പ് കഴിഞ്ഞു എനിക്ക് വിഷമാണ്. തിരിച്ച് റൂമിൽ പോവാണ്ട. ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഞാൻ ഗ്രെഗ്സിലാണ് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ ഓൾറെഡി ഞാൻ ചത്തുട്ട്, എൻ്റെ എനർജി ശരിക്കും ഡൗൺ ആയി. ഇനി പോവാം. ഇനി പോയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. ബസ് ഇപ്പോൾ വരും. ബസ് വരാൻ ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഇനി വീട്ടിൽ എസ്റ്ററിലോട്ട്. ഇതാണ് നമ്മൾ പോണ ബസ് ഗൈസ്. ഡർബി 440 നാഷണൽ എക്സ്പ്രസ്സിലാണ് പോണത്. ഞാൻ പോവാണല്ലോ. ടാറ്റാ. ക്യൂ നോക്ക്, ഇത്രയും ക്യൂ ഉണ്ട്. അപ്പം പോവാം. ബൈ. ലവ് യു ലണ്ടൻ. വീണ്ടും വരാം, പെട്ടെന്ന് വരാം.